കർത്തൃനാമത്തിൽ വിശുദ്ധന്മാരെ എല്ലാവർക്കും വീണ്ടും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേൾവിക്ക് അത്ര സ്വീകാര്യതയും സന്തോഷവും ആസ്വാദകരവുമായ കാര്യങ്ങളല്ല ഈ ക്ലാസ്സിൽ നടക്കുന്നതെന്ന് എനിക്ക് ബോധ്യമറിയാമെങ്കിലും അറിഞ്ഞ സത്യം അറിയിക്കാതെ പാപം ചെയ്യരുതല്ലോ. ദൈവപുത്രൻ പറഞ്ഞതെല്ലാം പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പ്രായോഗിക ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, എങ്കിൽ നിന്നെയും നിന്റെ ഉപദേശവും പ്രസംഗവും കേൾക്കുന്നവരെയും രക്ഷിക്കും. 1-ാമത്തെ ലേഖനത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മോഷണം. എൻ്റെ പേര് കുരുൾ വർഗീസ്. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. പലവിധ മോഷണങ്ങളുണ്ട്. അത്യാഗ്രഹമുണ്ട്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹം നല്ലതാണ്. ആഗ്രഹത്തിന് മുകളിൽ അരുതാത്ത വിഷയങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അത്യാഗ്രഹം. വേണ്ട കേട്ടോ. ആകേണ്ടതിന് മീതെ ഒന്നും ചിന്തിച്ച് ഉയരരുത്. തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അടുത്തത് നമ്മളെ അശുദ്ധരാക്കുന്നതാണ് വിക്കട്ട്നെസ്. അത് ദുഷ്ടത മുഴുവൻ ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. നീതി മുഴുവൻ നീതിമാനായ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദുഷ്ടനായ ദുഷ്ടൻ യാതൊരു നീതിയും പ്രവർത്തിക്കുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് വിതയ്ക്കുന്ന ഉപമ പറഞ്ഞപ്പോൾ നല്ല വിത്താണ് വിതച്ചത്. ചിലത് വഴിയരികിൽ, ചിലത് പാറപ്പുറത്ത്, ചിലത് മുള്ളിനടിയിൽ, ചിലത് നല്ല സ്ഥലത്ത്. വിതയെല്ലാം കഴിഞ്ഞ് കാവൽക്കാർ ഉറങ്ങുമ്പോൾ ദുഷ്ടൻ വന്ന് ദുഷ്ടതയുടെ വിത കൂടെ വിതച്ചു. അല്പം കഴിഞ്ഞ് നോക്കിയപ്പോൾ കാവൽക്കാരൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും ദുഷ്ടതയുടെ കളയും കൂടെ മുളച്ചു വരുന്നു. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. സഭയുടെ കാവൽക്കാർ ഉറങ്ങി. അതുകൊണ്ട് പൈശാചിക ശക്തി വന്നു. അരുതാത്ത ഉപദേശവുമായി ചിലർ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വന്നു. പണം കൊടുത്ത് ചിലരെ വിലയ്ക്ക് വാങ്ങി. പണം വാങ്ങി ചിലർ അതിൻ്റെ ആടുകളായി. പണത്തെ മുൻനിർത്തിക്കൊണ്ട് പണത്തിൻ്റെ മേൽ കഴുകനും പറക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു കാലത്ത് കഴുകന്മാരെ പോലെ ജീവിച്ചിരുന്ന പലരും ഇവിടെ വന്ന് പണക്കൂമ്പാരത്തിൻ്റെ മീതെ വന്ന് ദൈവ ഉപദേശം പൂർണ്ണമായി മാറ്റിക്കളഞ്ഞു. ചതി, ഡിസീറ്റ് 3-ാം അധ്യായത്തിൽ തുടങ്ങിയതാണ്. ഇന്നും അത് തുടരുന്നു. ദുഷ്കർമ്മം, അരുതാത്ത പ്രവൃത്തികളിൽ ഇടപെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ആരംഭ സന്ദർഭങ്ങളിൽ വിശുദ്ധരായി, കർമ്മനിരതരായി, കർത്തൃ ശുശ്രൂഷയിൽ ജീവിച്ച പലരും ഇന്ന് ദുഷ്കർമ്മത്തിൻ്റെ വിളനിലമായിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വിടക്ക് കണ്ണ്, അരുതാത്തതിനെയൊക്കെ നോക്കുന്ന ഈവിൾ ഐസ്, അത് വിടക്കിലേക്ക് നടക്കപ്പെടും, ഈവിളിലേക്ക് നടത്തപ്പെടും. അതുകൊണ്ട് പാപം കണ്ടാൽ കാണാതെ വണ്ണം കണ്ണടയ്ക്കുക. ദൂഷണം, ബ്ലാസ്ഫമി. ചില രാജ്യങ്ങളിൽ തന്നെ നിയമങ്ങളുണ്ട്. ബ്ലാസ്ഫമി, മുഹമ്മദിനെതിരായി ബ്ലാസ്ഫമി, ഖുറാനെതിരായി ബ്ലാസ്ഫമി, നിസ്കാരത്തിനെതിരായി ബ്ലാസ്ഫമി. ഇതൊക്കെ കൊലക്കുറ്റത്തിന് തുല്യമാണ്. കല്ലെറിഞ്ഞു കൊന്നുകളയും. ഇതൊന്നുമില്ലാതെ കയറൂരി വിടപ്പെട്ടിരിക്കുന്ന ഒരു സഭയാണോ ക്രിസ്തുവിൻ്റെ സഭ? ഏതെല്ലാം വിധത്തിലാണ് ബ്ലാസ്ഫമി നടക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് പണം വാങ്ങിക്കുന്നു, രോഗസൗഖ്യത്തിന് പണം വാങ്ങിക്കുന്നു, കാത്തിരിപ്പ് കൂട്ടത്തിന് പണം വാങ്ങിക്കുന്നു. പണം നിശ്ചയിച്ച ശേഷം മാത്രമേ മീറ്റിങ്ങുകൾക്ക് പോകുകയുള്ളൂ. അഡ്വാൻസ് വാങ്ങിക്കുന്നു. എന്നിട്ട് 3-4 ഇടത്തു നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച് കൂടുതൽ പണം കിട്ടുന്നിടത്ത് പോകുന്നു. മറ്റവരെ വിളിച്ച് ചില ഒഴിവ് കഴിവുകൾ പറയുന്നു. ഈ കൊടുത്ത കാശും ലാഭം. അവർ പറയുമോ അഡ്വാൻസായി തന്ന 5000 രൂപ ഇങ്ങ് തരണമെന്ന്? അവർ പറയത്തില്ല. എന്തെല്ലാം തരത്തിൽ ചില ശുശ്രൂഷകന്മാരെ കണ്ടു കഴിഞ്ഞാൽ അഹങ്കാരമാണ് അവരുടെ മുഖമുദ്ര. താഴ്മയെന്ന് പറയുന്ന ഒരു വിഷയം അവരുടെ ജീവിതത്തിലില്ല. മൂഢത, എന്തെല്ലാം ഫൂളിഷ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം മൂഢത്തരമാണ് വിളിച്ചു പറയുന്നത്. ഇവണ്ണം 13 കാര്യങ്ങൾ ദൈവസഭയെയും കർത്തൃ ശുശ്രൂഷകന്മാരെയും അശുദ്ധരാക്കുന്നു. 3-ാമത്, അടുത്തതായി ഒരു വിശ്വാസിയെ അശുദ്ധിപ്പെടുത്തുന്ന വിഷയങ്ങളുടെ വിവിധ ദുഷ്ടതകൾ എന്തെല്ലാം ആകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് കേൾക്കുക. ഇതും സ്വന്തമായി എഴുതിയതല്ല. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 11-ാം അധ്യായം
23 വാക്യം കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. അത് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടില്ല, പിതാക്കന്മാർക്ക് വെളിപ്പെട്ടില്ല, മോശയ്ക്ക് പോലും വെളിപ്പെട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ തൻ്റെ വിശുദ്ധ അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തൻ്റെ സമകാലിക സമയത്ത് ലോകത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാന നഗരം എന്ന് അറിയപ്പെട്ടിരുന്നതും ഇന്നും ഒരു അന്ധകാര സഭയുടെ തലസ്ഥാനവും അത്യുന്നതനായിരിക്കുന്ന പിതാവും ഇരിക്കുന്ന റോമയിലെ അന്ന് ജീവിച്ചിരുന്ന ദൈവത്തിന് പ്രിയരും വിശുദ്ധരുമായിരുന്ന സഭയ്ക്ക് എഴുതിയ വിഷയം ഇപ്രകാരമാണ്. ആരെയും കുറ്റം പറയുകയല്ല, വിഷയം വിലയിരുത്തി പറയുകയാണ്. എന്താണ് പറയുന്നത്? ദൈവത്തെ പരിജ്ഞാനത്താൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം, അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നയിക്കുന്നിടത്ത് പോയില്ലെങ്കിൽ പോകുന്നിടത്ത് പൊക്കോ, പഠിപ്പിച്ചത് പഠിക്കുന്നില്ലെങ്കിൽ പഠിച്ചതുപോലെ ഇരിക്കട്ടെ, വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ പരിശ്രമിച്ചിട്ട് ഇഷ്ടമില്ല ഇങ്ങനെ വളരുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധിച്ച വണ്ണം വളർന്നുകൊള്ളുക എന്ന് നാമും പറയാറുണ്ടല്ലോ. അതുപോലെ പരിജ്ഞാനത്താൽ ദൈവത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം അവരുടെ ഹൃദയത്തെ കാഠിന്യത്തിന് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും, അൺറൈറ്റിയസ്നെസ്, പരസംഗം, ഫോണിക്കേഷൻ, അത്യാഗ്രഹം, കവച്ചസ്നെസ്, ദുഷ്ടത, വിക്കറ്റ്നെസ്, ദുർബുദ്ധി, മലീഷ്യസ്നെസ്, അസൂയ, എൻവി, കൊല, മർഡർ, പിണക്കം, ഹേട്രഡ്, കപടം, ഡിബേറ്റ്, ചാതി, ഡിസീറ്റ്, ദുർശീലം, മാലിഗ്നിറ്റി, കുരള, വിസ്പേഴ്സ്, ഏഷണിക്കാർ, ബാക്ക് ബൈറ്റേഴ്സ്, ദൈവദ്വേഷികൾ, ഹേറ്റേഴ്സ് ഓഫ് ഗോഡ്, നിഷ്ഠൂരന്മാർ, വയലന്റ്, ഗർവിഷ്ഠന്മാർ, പ്രൗഡ്, ആത്മപ്രശംസക്കാർ, ബോസ്റ്റേഴ്സ്, പുതുദോഷം സങ്കല്പിക്കുന്നവർ, ഇൻവെന്റേഴ്സ് ഓഫ് ഈവിൾ തിങ്സ്, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ഡിസൊബീഡിയന്റ് ടു പേരൻസ്. കൽപ്പനകളിൽ വാഗ്ദത്വത്തോടുകൂടിയ കൽപ്പന അതാണല്ലോ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാനും നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിപ്പീൻ എന്ന് എഫെസ്യർ 6 അത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്, നിയമലംഘികൾ, കവനന്റ് ബ്രേക്കേഴ്സ്, വാത്സല്യമില്ലാത്തവർ, വിതൗട്ട് നാച്ചുറൽ അഫെക്ഷൻ, കനിവറ്റവർ, അൺമേഴ്സിഫുൾ എന്നീ 21 വിഷയങ്ങൾ ഒരു വിശ്വാസിയെ അശുദ്ധമാക്കുന്നു. ഇതിൽ എത്രണ്ണം നമുക്കുണ്ട് എന്ന് സ്വയം ശോധന ചെയ്യുക. റോമർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ തിരുവചനത്തിൽ നിന്ന് വായിച്ചിരിക്കുന്ന വള്ളിപുള്ളി മാറ്റമില്ലാത്ത ദൈവിക പ്രമാണങ്ങൾ, ഇതിൽ എഴുതപ്പെട്ടിട്ടുള്ള 21 അശുദ്ധ വിഷയങ്ങളിൽ എത്രണ്ണം നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും ഇരിക്കുന്നു? വരുന്നു വിഷയങ്ങൾ. 4-ാമത് വിശുദ്ധ പൗലോസ് വീണ്ടും ഈ വിഷയത്തെ ആസ്പദമാക്കി കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അന്യായം ചെയ്യുന്നവർ, those who do unrighteous works, ദുർനടപ്പുകാർ, ഫോർണിക്കേറ്റേഴ്സ്, വിഗ്രഹാരാധികൾ, ഐഡോലറ്റേഴ്സ്, വ്യഭിചാരികൾ, അഡൾട്ടറേഴ്സ്, സ്വയഭോഗികൾ, ഹോമോസെക്ച്വൽസ്, പുരുഷകാമികൾ, സോഡോമൈറ്റ്സ്, കള്ളന്മാർ, thieves, അത്യാഗ്രഹികൾ, കവച്വസ്, മദ്യപന്മാർ, ഡ്രങ്കാർഡ്സ്, വാവിഷ്ഠാണക്കാർ, റിവൈലേഴ്സ്, പിടിച്ചുപറിക്കാർ, എക്സ്ട്രോഷണേഴ്സ്, ഈ വകയിൽപ്പെട്ട 11 വിഷയങ്ങൾ ഏതൊരുവനെയും, വിശേഷാൽ ദൈവസഭകൾ, അതിൻ്റെ നടത്തിപ്പുകാർ, നേതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശ്വാസികളെ അശുദ്ധരാക്കുന്നു എന്ന് മറന്ന് പോകരുത്. അവസാനം ഇത് എത്ര
കാര്യങ്ങളാകുന്നുവെന്ന് വീണ്ടും ഒന്നുകൂടെ പുനരവലോകനം ചെയ്യുന്നതാണ്. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. രാജകീയ പുരോഹിത വർഗത്തെ അശുദ്ധമാക്കുന്ന അശുദ്ധികൾ. പഴയ നിയമത്തിൽ ഇത്രയും ഇല്ല കേട്ടോ. കാരണം ഒരു ഗോത്രത്തെ തിരഞ്ഞെടുത്തു, ആ ഒരു ഗോത്രത്തിന് ആ മന്ദിരത്തിലുള്ള ശുശ്രൂഷകൾ മാത്രം ചെയ്താൽ മതി. ഒരു മഹാപുരോഹിതനേ ഉള്ളൂ. എന്നാൽ ഇന്നാകട്ടെ ആയിരക്കണക്കിന് മഹാപുരോഹിതന്മാരല്ലേ ആത്മീയ ലോകത്തിൽ സഞ്ചരിച്ചും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് പ്രവർത്തകരല്ലേ ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് അവരെ എല്ലാം കേൾക്കത്തക്കവണ്ണം പഠിപ്പിക്കുവാനാണ് ദൈവാത്മാവ് ഇത്രയും വിഷയങ്ങൾ അശുദ്ധിപ്പെടുത്തുന്നത് എഴുതി വച്ചിരിക്കുന്നത്. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളിലെയും മനുഷ്യരെ അശുദ്ധമായിരിക്കുന്ന പാപപ്രവൃത്തികളെയും കുറിച്ച് എന്തെല്ലാമാകുന്നു എഴുതിയിരിക്കുന്നതെന്ന് കാണുക. 1, ദുർനടപ്പ്, ഫോണിക്കേഷൻ. 2, വ്യഭിചാരം, അശുദ്ധി, അൺക്ലെൻലിനെസ്. ദുഷ്കാമം, ലസീവിയസ്നെസ്. വിഗ്രഹാരാധന, ഐഡാലട്രി. വ്യഭിചാരം, ആഭിചാരം, വിച്ച്ക്രാഫ്റ്റ്. പക, ഹേറ്റ്രഡ് ഓർ റിവെഞ്ച്. പിണക്കം, ഹേറ്റ്രഡ്. ജാരശങ്ക, കണ്ടൻഷൻസ്. ക്രോധം, റാത്ത്. ശാഠ്യം, സെൽഫ് അംബിഷൻസ്. ദ്വന്ദ്വപക്ഷം, ഡിസെൻഷൻസ്. ഭിന്നത, ഹെറസീസ്. അസൂയ, എൻവിങ്സ്. മദ്യപാനം, ഡ്രങ്കഡ്നെസ്. വെറിക്കുത്ത്, റെവലിങ്സ് ഇത്യാദിയുള്ള 17 അശുദ്ധികൾ. ഇതൊക്കെ ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ വിശ്വാസന്മാരുടെ ബെഡ്റൂമിലും അവരുടെ വിരുന്നുശാലകളിലും അവരുടെ ഫോണുകളിലും ഐപാഡിലും ലാപ്ടോപ്പിലും നിറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. ഇവിധത്തിലുള്ള 17 വിഷയങ്ങൾ വിശ്വാസികളെ അശുദ്ധിയിലേക്ക് നടത്തുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഒരു വ്യക്തിയെ, വിശേഷാൽ ഒരു വിശ്വാസിയെ അശുദ്ധിയിലേക്ക് നടത്തുകയും സ്വർഗരാജ്യത്തിനും നിത്യജീവത്തിനും അവകാശികളല്ലാതാക്കി തീർക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ പൗലോസിൻ്റെ സമകാലിക ലോകത്തിൻ്റെ വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്ന എഫെസോസ് പട്ടണത്തിലെ ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അശുദ്ധികൾ കൂടെ ഒന്ന് നോക്കുക. അവ എന്തൊക്കെയാണെന്നോ? ദുർനടപ്പ്, ഫോണിക്കേഷൻ, യാതൊരുവിധ അശുദ്ധി, അൺക്ലെൻലിനെസ്. അത്യാഗ്രഹം, കവച്വസ്നെസ്. ചീത്തത്തരം, ഫിൽത്തിനെസ്. പൊട്ടച്ചൊൽ, ഫൂളിഷ് ടോക്കിങ്സ്, കളിവാക്ക്, ജസ്റ്റിങ്സ്. ദുർനടപ്പുകാരൻ, വോർമോങ്കർ, അശുദ്ധൻ, അൺക്ലീൻ. ദ്രവ്യാഗ്രഹിയായ വിഗ്രഹാരാധി, കവച്വസ്ലി വൺ ഹു ഏൺസ് മണി വിച്ച് ഈസ് ദെയർ ഐഡൽ. അതാണ് അവരുടെ വിഗ്രഹം. ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഇവയും നമ്മെയും നമുക്കുള്ളവയെയും അശുദ്ധിപ്പെടുത്തുന്നു എന്ന് മറന്നു പോകരുത്. ഈ മുകളിൽ കാണുന്ന വിഷയങ്ങൾ, ഇവിടെ നാം കാണുന്ന അശുദ്ധികൾ 9 ആകുന്നു എന്ന് മറന്നു പോകരുത്. എഫെസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ തുടരുകയാണ്. രാജകീയ പുരോഹിതവർഗം എന്ന് ബഹുമാനിച്ചുകൊണ്ട് നീളക്കുപ്പായം, തലയിൽ തൊപ്പിയും അംശവടിയും പിടിച്ചിട്ടില്ല എങ്കിലും നീളക്കുപ്പായത്തിന് 1 അടി കുറച്ച് നീളമുള്ള കുപ്പായം, കഴുത്ത് ഇറുക്കി ഇട്ടിരിക്കുന്ന ജുബ്ബയുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇവ ധരിച്ചുകൊണ്ട് റവറൻറ്റും റൈറ്റ് റവറൻറ്റും ഡോക്ടർമാരുമായി നടക്കുന്ന ഒരുപാട് വ്യക്തികൾ ആത്മീയ ഗോളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ ഏതെല്ലാം വിധത്തിലുള്ള അശുദ്ധി, പകർച്ചവ്യാധികൾ പോലെ പ്ലേഗ് എന്ന പോലെ പരത്തിക്കൊണ്ട് നടന്ന്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ. ശ്രദ്ധിക്കുക, ദൈവസഭയ്ക്ക് ആരാധനാമൂർത്തികളായിരിക്കുന്നത് പ്രാസംഗ്യന്മാരല്ല, സഭയെ സ്ഥാപിച്ച സ്ഥാപകനല്ല, അവരുടെ പിൻതലമുറക്കാരല്ല. അവരില്ലായിരുന്നെങ്കിൽ സഭയുണ്ടാകുമായിരുന്നു, ഉണ്ടാകും. ദൈവത്തിൻ്റെ നിർമ്മിണവും ദൈവത്തിൻ്റെ പരിപാടിയുമായിരുന്നു സഭയെങ്കിൽ അവരല്ലെങ്കിൽ വേറെ ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും. അവരെ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ നീതിയും അവരോടുള്ള കൃപയും ഒന്ന് മാത്രമാണ്.
നമ്മുടെ ആരാധന സഭാസ്ഥാപകനോ ശുശ്രൂഷകനോ അല്ല. അത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് തന്നെ പറയുന്നുണ്ട്. എന്ത്? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? ഇല്ല, ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തു മാത്രം. നിങ്ങൾ ആരുടെ പക്ഷക്കാർ? പൗലോസിൻ്റെയോ പത്രോസിൻ്റെയോ? അല്ല. ആരുടെ പക്ഷം? ഏതായാലും ഒരു കാര്യം, അന്നത്തെ കാലത്ത് 25% ആളുകൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരുണ്ടായിരുന്നു. അപ്പല്ലോസ് ലോക്കൽ സഭ വിശ്വസിച്ച് ശുശ്രൂഷകനായിരുന്നു, അവർക്കും ഒരു സഭ. എന്ത് ദൈവസഭയുടെ അവസ്ഥ വിഭാഗിക്കപ്പെട്ട ഓരോരുത്തർക്കായി തീർന്നിരിക്കുന്നുവോ? ലോക്കലായി ശുശ്രൂഷിച്ച ശുശ്രൂഷൻ പോയി കഴിയുമ്പോൾ അയാളോട് പ്രതിപത്തി മുഖാന്തരം അയാളോടുകൂടെ ചേർന്ന് ഒരു കൂട്ടം ആളുകൾ ലോകസഭയിൽ നിന്ന് മാറ്റപ്പെടുന്നു. അപ്പോഴാണ് ഇപ്പോഴത്തെ സഭക്കാർക്കും നടത്തിപ്പുകാർക്കും മനസ്സിലായത്, അയ്യോ അയാളെ കൊണ്ടുവരരുതായിരുന്നു എന്ന്. ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിക്കുന്ന കൊടിയ ചെന്നായ്ക്കളാണ് അവർ. പ്രിയരെ, കാലങ്ങളെയും സമയങ്ങളെയും സഭകളെയും ശോധന ചെയ്യുക. ദൈവവചനത്തിലില്ലാത്ത ഉപദേശത്തിൽ വിശ്വസിക്കാതിരിക്കുക. ദൈവവചനത്തിലുള്ള വിശ്വാസത്തിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് അതിനാവശ്യമായ ആന്തരിക ഇന്ദ്രിയജയം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, വചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരും വിശ്വാസികളുമായി നിൽവാൻ അടിയങ്ങൾക്കും കൃപയും ശക്തിയും ബലവും ആരോഗ്യവും ആത്മീയ ശക്തിയും നടത്തിക്കൊള്ളും. കേൾവിക്കാരായ എല്ലാവരെയും കർത്തൃനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കനിവ് തോന്നി കേൾക്കണം ജീവനുള്ള നല്ല പിതാവേ.